ഹലോ ഫ്രണ്ട്സ്, അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്ത പച്ച എന്ന ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് ഈ സിനിമ പ്രേക്ഷകർ കാത്തിരുന്നത്. കോസ്റ്റ്യൂം റെസ്ലിംഗ്, WWE ഇൻസ്പിറേഷൻ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ചേർന്ന ഒരു ഹൈ വോൾട്ടേജ് എൻ്റർടൈനർ എന്നാണ് ട്രെയിലറും പ്രൊമോഷനുകളെല്ലാം വാഗ്ദാനം ചെയ്തത്. പക്ഷേ ചത്ത പച്ച ആ വാഗ്ദാനം പൂർണ്ണമായി നിറവേറ്റിയോ എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, കഥയിൽ കാര്യമായിട്ട് പുതുമയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അവതരണം കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മലയാളത്തിൽ മറ്റു പല ഭാഷകളിലായിട്ടും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഫ്ലേവർ നൽകുന്നത് അത് കോസ്റ്റ്യൂം റെസ്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ മണ്ണിൽ ഒരു WWE ഇൻസ്പിറേഷൻ ലോകം സൃഷ്ടിക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. അത് സിനിമയെ കുറച്ച് വ്യത്യസ്തമാക്കുന്നുണ്ട്. പക്ഷേ വാഗ്ദാനം ചെയ്ത പോലെ ഒരു ഹൈ വോൾട്ടേജ് റെസ്ലിംഗ് ഫിലിം ആയിട്ട് ചത്തപച്ച മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മെയിനായിട്ട് ഈ ഒരു സിനിമയുടെ തിരക്കഥയിലാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അദ്വൈത് നായർ എഴുതിയ കഥയ്ക്ക് സനൂപ് തൈക്കൂടുമാണ് തിരക്കഥയാക്കിയത്. അപ്പോൾ ഈ ഒരു സിനിമ കാണുന്നവർ സിനിമയുടെ കഥയും ലോജിക്കൊന്നും നോക്കാതെ കാണുകയാണെങ്കിൽ കുറച്ച് നല്ലൊരു മികച്ച അനുഭവമായിരിക്കും ലഭിക്കുക. ചില ഭാഗങ്ങളൊക്കെ വളരെ മികച്ചതാണ്. ആ ഒരു ടൂർണമെൻറ്റ് ബിൽഡപ്പും റെസ്ലിംഗ് ലോകം പതിയെ വളരുന്ന രീതിയൊക്കെ കാണിക്കുന്നത്, കഥാപാത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില സീനുകളൊക്കെ, ഇവയെല്ലാം ശരിക്കും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിൽ. പക്ഷേ അതിനിടയിലൊക്കെ തന്നെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്ന പോലെ തോന്നും. ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി പലപ്പോഴും നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീല് ഉണ്ടാവുന്നുണ്ട്. പിന്നെ സിനിമയുടെ ആ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള അർജുൻ അശോകനും അതുപോലെ റോഷൻ മാത്യുവും, ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം സിനിമയുടെ ഒരു ഇമോഷണൽ ബാക്ക് ബോൺ ആവേണ്ടതായിരുന്നു. ചില സീനുകളിലൊക്കെ ഇവരുടെ ആ ബോണ്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമയുടെ രണ്ടാം പകുതിയിൽ ആ ഒരു ഇമോഷണൽ ഡെപ്ത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. സിനിമയുടെ റൈറ്റർ ചിന്തിച്ചതൊന്നും നമുക്ക് കിട്ടിയ സിനിമ മറ്റൊന്നുമാണ്. ഇവിടെയാണ് ചത്തപച്ച എന്ന ഒരു സിനിമ പാളിപ്പോകുന്നത്. റൈറ്ററിൻ്റെ മനസ്സിൽ വലിയൊരു ഇമോഷണൽ ഹിസ്റ്ററി, ശക്തമായൊരു കോൺഫ്ലിക്റ്റ്, പഴയ സംഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. പക്ഷേ അതിൽ പലതും സിനിമയിൽ രൂപം കൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് സിനിമയുടെ കുറച്ച് ടെക്നിക്കൽ വശങ്ങൾ നോക്കാം. ടെക്നിക്കലി സിനിമ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. മ്യൂസിക് ആണെങ്കിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിക്കും എലിവേറ്റ് ചെയ്യുന്നുണ്ട്. റെസ്ലിംഗ് സീക്വൻസൊക്കെ വിഷ്വലി ഇംപ്രസീവ് ആണ് സിനിമയിൽ. കോസ്റ്റ്യൂം റെസ്ലിംഗ് ഒരു നോവൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യിക്കുന്നത്. ഇതിലൊന്നും വലിയ പരാതിയില്ല. പിന്നെ സിനിമയിൽ ഒരു പ്രധാന വില്ലൻ വേഷം ചെയ്ത വൈശാഖ് നായർ കിഡിലും പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെയാണ് റോഷൻ മാത്യു, അതുപോലെ അർജുൻ അശോകന്, ഇഷാൻ ഷൗക്കത്ത്, ഇവരെല്ലാം നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ സിനിമയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു കാമിയോ സിനിമയിലുണ്ട്. പക്ഷേ ആ ഒരു കാമിയോ ഒരു അനാവശ്യമായിട്ട് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കുത്തി നിറച്ചൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഒരു കാമിയോയെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു കഥക്ക് വേണ്ടായിരുന്നു. എന്നാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഈ ഒരു കാമിയോയെ അതിൽ കുത്തി നിറച്ചത് കൊണ്ട് തന്നെ അത് ആ ഒരു സിനിമയ്ക്ക് ഒരു അനാവശ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ചത്തപച്ച അത്ര മോശം സിനിമയല്ല, എന്നാൽ അത് അത്ര ഗ്രേറ്റ്ഫുൾ ഫിലിം ആകാനും ഈ ഒരു സിനിമക്ക് കഴിഞ്ഞിട്ടില്ല. അംബീഷ്യസ് കോൺസെപ്റ്റ്, അതുപോലെ സ്ട്രോങ് ടെക്നിക്കൽ ക്രൂ, കാപ്പബിൾ ആക്ടേഴ്സ്, ഇതെല്ലാം ഉണ്ടായിട്ടും സ്ക്രീൻ പ്ലേ മാത്രമാണ് സിനിമയെ കുറച്ച് പിന്നോട്ട് വലിക്കുന്നത്. അതായത് കുറച്ചുകൂടി ഇമോഷണൽ ഡെപ്തും ബാക്ക് സ്റ്റോറി എക്സ്പ്ലോറേഷനും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ചത്തപച്ച ഒരു മെമ്മറബിൾ ഫിലിമായി മാറിയേനെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചത്തപച്ച എന്ന ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ആൻഡ് ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വീണ്ടും ഒരു പുതിയ സിനിമയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.